ഇന്ത്യയിൽ തോറ്റുപോയ കാറുകൾ. ഹലോ ടോസ്പീർ ഫ്രണ്ട്സ്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വേൾഡിലെ തന്നെ ടോപ്പ് 5 വരുന്ന ഒരു വിപണിയാണല്ലേ. അനുദിനം വളർച്ച കൈവരിക്കുന്ന ഈ വിപണിയിൽ നിരവധി മാനുഫാക്ചറിംഗ് കമ്പനികളാണ് മികച്ച ലാഭം കൊയ്ത് മുന്നേറുന്നത്. അതിൽ തന്നെ നിരവധി സ്വദേശി കമ്പനികളും വിദേശി കമ്പനികളും എല്ലാം അടങ്ങുന്നുണ്ട്. ഒരു പരിധിവരെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പല മാനുഫാക്ചറിംഗ് കമ്പനികൾക്കുമായി. എന്നാൽ ഇവരുടെ എല്ലാ മോഡലുകളും ഇവിടെ വിജയിച്ചിട്ടില്ല. വൻ പ്രതീക്ഷകളോടെ വന്ന് വളരെ വേഗം കടമിടേണ്ടി വന്ന ചില മോഡലുകൾ എല്ലാ വാഹന നിർമ്മാണ കമ്പനികൾക്കുമുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരത്തിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ടോസ്പീർ ഫ്രണ്ട്സ്, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയെ പറ്റിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി എന്ന് പറയുന്നത്. അഫോർഡബിൾ പ്രൈസിൽ ഇന്ത്യൻ ബയേഴ്സിന്റെ ആവശ്യങ്ങളോട് നീതി പുലർത്തിയിട്ടുള്ള മാരുതിക്ക് ഇന്ത്യയിൽ ഒന്ന് കൈപൊള്ളിയ മോഡലാണ് ഗ്രാൻഡ് വിറ്റാര. ഒരു പ്രീമിയം SUV മോഡലായാണ് ഈ വാഹനത്തെ അവർ പുറത്തിറക്കിയത്. ഏകദേശം 20 ലക്ഷം രൂപയോളം വില വരുന്ന ഈ വാഹനം മാരുതിയുടെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വില കൂടിയ ഒരു മോഡലായിരുന്നു. മാരുതിയെ ഇന്ത്യയിലെ ടോപ്പ് സെല്ലർ ആക്കിയത് അവരുടെ മോഡലുകളുടെ വിലക്കുറവ് കൊണ്ട് മാത്രമാണെന്നിരിക്കെ ഒരു വലിയ തുക മുടക്കി ഒരു മാരുതി വണ്ടി എടുക്കാൻ പലർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. 2009 മുതൽ 2015 വരെയായിരുന്നു ഇവ ഇവിടെ പുറത്തിറങ്ങിയിരുന്നത്. ആ കാലത്ത് വലിയൊരു തുക മുടക്കി ഒരു മാരുതി വാഹനം എടുക്കാൻ ആരും തയ്യാറായില്ല. ലോ സെയിൽസ് മൂലം മാരുതി പതിയെ ഈ വാഹനത്തെ ചവിട്ടി. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗ്രാൻഡ് വിറ്റാരയും വിറ്റാര ബ്രസയും ഒന്നാണെന്ന്. പക്ഷേ രണ്ട് മോഡലുകളാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ പുതിയൊരു മോഡലിനെ മാരുതി അടുത്ത വർഷം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടൊയോറ്റയുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചായിരിക്കും ഈ വാഹനം നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാരുതിയുടെ മറ്റൊരു മോഡലാണ് മാരുതിയുടെ കിസാഷി. ഈ വാഹനം ലോഞ്ച് ചെയ്തത് 2011 എന്നാൽ 2014 തന്നെ ഈ വാഹനത്തെ കുറഞ്ഞ സെയിൽസ് മൂലം മാരുതിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. ഒരു ലക്ഷറി സെഡാൻ മോഡലായാണ് ഈ വാഹനത്തെ മാരുതി പുറത്തിറക്കിയത്. അതും CBU റൂട്ട് വഴി ഇമ്പോർട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഏകദേശം 17 ലക്ഷം രൂപയോളം ഇവയ്ക്ക് വിലയുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വീണ്ടും സൂചിപ്പിക്കുന്നു, ഉയർന്ന തുക മുടക്കി ഒരു മാരുതി വാഹനം തിരഞ്ഞെടുക്കാൻ പലർക്കും മടിയായിരുന്നു ആ കാലത്ത്. അതോടൊപ്പം ഈ വാഹനത്തിന്റെ ലുക്കും ഈ വിപണിയിലെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിന് ചേർന്നതല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമാണ് ഈ വാഹനം വിറ്റുപോയത്. മാരുതിയുടെ ഈ വിപണിയിലെ ലക്ഷറി സെഡാൻ സെഗ്മെന്റിലേക്കുള്ള ഒരു കടന്നുവരവായിരുന്നു ഈ മോഡൽ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ അത് 8 നിറയിൽ പൊട്ടിപ്പോയി. ഇന്ത്യയിൽ വർഷങ്ങളായി മുന്നിട്ട് നിൽക്കുന്ന മാരുതി സുസുക്കി ഏറ്റവും പ്രതീക്ഷയോടെ അവതരിപ്പിച്ച ഈ മോഡലുകൾ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അത്രപോലും വിജയമാകാത്ത നിരവധി ബ്രാൻഡുകളും അവരുടെ മോഡലുകൾ ഇവിടെയുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അത്തരം ഒരു മോഡലിയാണ് റെനോയുടെ ക്യാപ്റ്റർ. ഈ വാഹനം ഇറങ്ങിയ നാൾ മുതൽ ഏറ്റുവാങ്ങുന്ന ഒരു വിമർശനമായിരുന്നു ഇതിന്റെ ഉയർന്ന പ്രൈസ്. എക്സ്റ്റീരിയർ ഇന്റീരിയർ ലുക്ക് മാത്രം പരിഗണിക്കുമ്പോൾ മികച്ചു നിൽക്കുന്ന ഇവ, പക്ഷേ ഇറങ്ങിയ കാലഘട്ടം പരിഗണിക്കുമ്പോൾ ഫീച്ചറുകളെല്ലാം തന്നെ വളരെ കുറവായിരുന്നു. 2017 നവംബറിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഈ വാഹനം 2020 ജൂൺ മുതൽ പുറത്തിറങ്ങുന്നില്ല. വളരെ മോശം സെയിൽസാണ് ഈ വാഹനത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. ഈ വാഹനത്തെ പിടിച്ചു നിർത്താൻ പഠിച്ച പണി 18 റെനോ ഇവിടെ പുറത്തെടുത്തു. 10 ലക്ഷം മുതൽ 14 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ പുറത്തിറങ്ങിയിരുന്ന ഈ വാഹനത്തിന് ലക്ഷങ്ങളുടെ ഡിസ്കൗണ്ട് റെനോ പ്രഖ്യാപിച്ചു. എന്നിട്ടും വലിയൊരു മാറ്റം സെയിൽസിൽ സൃഷ്ടിക്കാൻ ഇവയ്ക്ക് ആയില്ല. ക്യാപ്റ്ററിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങിയ മറ്റൊരു വാഹനമാണ് നിസാന്റെ കിക്സ് എന്ന് പറയുന്നത്. കുറഞ്ഞ സെയിൽസ് മൂലം ഈ മോഡലിന്റെ പ്രൊഡക്ഷൻ ഇടയ്ക്ക് നിസാൻ നിർത്തിവെച്ചെങ്കിലും ഇവയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നിസാൻ ഇതുവരെ തയ്യാറെടുത്തിട്ടില്ല. അതിനുദാഹരണമാണ് ഇതിന്റെ BS6 കോംപ്ലിയന്റ് അവർ അവതരിപ്പിക്കാൻ തയ്യാറായത്. നേരത്തെ പ്രൊഡക്ഷൻ ചെയ്ത മോഡലുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. എന്തുകൊണ്ടാണ് നിസാൻ പോലെ ഒരു മികച്ച ബ്രാൻഡിന്റെ മോഡലിന് ഈ ഒരു അവസ്ഥ വന്നു എന്ന് ചോദിച്ചാൽ, ഇതേ മിഡ് സൈസ് SUV സെഗ്മെന്റിൽപ്പെട്ട മറ്റു വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന വിലയും കുറഞ്ഞ ഫീച്ചേഴ്സുമാണ് ഇവയുടെ വീക്ക്നെസിന്റെ പ്രധാന കാരണം. അതോടൊപ്പം ഒരു ഡീസൽ എഞ്ചിൻ വേരിയന്റിന്റെ കുറവും ഈ വാഹനത്തെ ബാധിച്ചു. ക്രെറ്റ, സെൽട്ടോസ് എന്നിവയാണ് ഇവയുടെ പ്രധാന എതിരാളികളായി പരിഗണിക്കുന്നത്. ഇവയ്ക്കാണ് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ഉയർന്ന സെയിൽസ് ഫിഗർ ഉള്ളത്. അതുപോലെ തന്നെ ഈ വാഹനങ്ങളുമായിട്ട് പരിഗണിക്കുമ്പോൾ ഇവയ്ക്ക് സ്പേസും കുറവാണ്. എന്നാൽ ഈ വാഹനം തിരഞ്ഞെടുക്കാൻ പോകുന്നതിന് മുമ്പ് വരെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ കഴിയൂ. ഈ വാഹനം ഇപ്പോഴും ഉപയോഗിക്കുന്നവരുടെ റിവ്യൂ പരിഗണിച്ചാൽ വളരെ മികച്ച ഒരു വാഹനമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഉപയോഗിക്കുന്നവരുടെ മികച്ച റിവ്യൂ മാത്രം ഒന്നുകൊണ്ടാണ് ഇതിന്റെ പുതിയ വേഷനെ പറ്റി നിസാൻ ചിന്തിക്കുന്നത് തന്നെ. മികച്ച മോഡലായിട്ടും നിസാൻ ഈ വിപണിയിൽ പിൻവലിക്കേണ്ടി വന്ന മോഡലാണ് നിസാന്റെ സണ്ണി.
ഇതൊരു ഫ്ലോപ്പ് മോഡലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനാവും. എന്നിട്ട് എന്തുകൊണ്ട് ഇവയുടെ പ്രൊഡക്ഷൻ നിർത്തി എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ സെയിൽസിലെ ചില പ്രോബ്ലംസും ഇന്ത്യൻ മാർക്കറ്റിന്റെ ടേസ്റ്റ് ചേഞ്ച് ആയതുമാണ് ഈ വാഹനത്തിന്റെ പ്രൊഡക്ഷൻ നിർത്താൻ നിസാനെ പ്രേരിപ്പിച്ചത്. ഈ ആഫ്റ്റർ സെയിൽസിലെ പ്രോബ്ലവും ഡീലർഷിപ്പ് നെറ്റ്വർക്കിലെ പ്രോബ്ലംസുമാണ് നിസാൻ പല മോഡലുകൾക്കും ഇവിടെ വെല്ലുവിളി സൃഷ്ടിച്ചത്. 2011 ലോഞ്ച് ചെയ്ത സണ്ണി 2020 നിസാൻ ഒഫീഷ്യലായിട്ട് ഇവിടെ നിന്ന് പിൻവലിക്കുന്നതായിട്ട് തങ്ങളുടെ വെബ്സൈറ്റിലൂടെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ നിസാന്റെ അവർ പിൻവലിച്ച മറ്റൊരു മോഡലായിരുന്നു മൈക്ര. നിസാന്റെ ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ കാറാണ് മൈക്ര എന്ന് പറയുന്നത്. 2010 മുതൽ 2020 വരെയായിരുന്നു ഇവയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൊഡക്ഷൻ ടൈം. സണ്ണിയുടെ അതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഒരു വാഹനമാണിത്. മൈക്രയ്ക്ക് പുറമെ മൈക്ര ആക്റ്റീവ് എന്ന മോഡലിനെയും സണ്ണിക്കൊപ്പം നിസാൻ തിരിച്ചു വിളിച്ചു. ഡീലർ പ്രോബ്ലംസിന് പുറമെ ഈ കാറിന് വിനയായത് ഇതിന്റെ ഡിസൈനും ഓപ്ഷണലായി കൊടുക്കേണ്ട ABS, എയർ ബാഗ് പോലെയുള്ള ഫീച്ചറുകളൊന്നും കൊടുക്കാത്തതായിരുന്നു പ്രധാന കാരണം. ഓവർസീസിൽ ഇപ്പോഴും നിസാൻ ഈ വാഹനം വിൽക്കുന്നുണ്ട്. ഇതിൽ വില കുറഞ്ഞതും സ്പേസ് കുറച്ച് അധികമുള്ളതുമായ ഫീച്ചറുകളിൽ മുന്നിട്ട് നിൽക്കുന്ന പല ഹാഷ് ബാഗുകളും ഈ വിപണിയിൽ നിലവിൽ പുറത്തിറങ്ങുന്നതും ഇവയുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ വിലക്കി. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കൂടുതൽ കാണാനാവുന്നത് റെനോ, നിസാൻ തുടങ്ങിയവയുടെ വാഹനങ്ങളായിരിക്കും. കോമൺ ആയിട്ട് പരിഗണിക്കുമ്പോൾ ഇവയ്ക്ക് രണ്ടു പേർക്കും പറയാനുള്ളത് ഉയർന്ന വിലയും എന്നാൽ അതിനൊത്ത ഫീച്ചറുകളിലെ കുറവും പിന്നെ ആഫ്റ്റർ സെയിൽസിലെ ചില പ്രോബ്ലംസ് ഒക്കെയാണ്. ഈ രണ്ട് ബ്രാൻഡുകളും പരസ്പരം മെർജ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇവയുടെ പല മോഡലുകളും പരസ്പരം റീബാഡ്ജ് ചെയ്ത് പുറത്തിറക്കാറുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ SUVകളിൽ തന്നെ ഏറ്റവും തരംഗം സൃഷ്ടിച്ച ഒരു മോഡലാണ് റെനോയുടെ ഡസ്റ്റർ. SUVകളെ ഇന്ത്യൻ വാഹന പ്രേമികളുടെ ഫസ്റ്റ് ചോയ്സാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച വാഹനമാണ് ഡസ്റ്റർ. ഇതേ ഡസ്റ്ററിന്റെ റീബാഡ്ജ് ചെയ്ത വേഷനാണ് നിസാൻ ടെറാനോ. ഡസ്റ്റർ ഇവിടെ ഫ്ലാഗ്ഷിപ്പിൽ വേഷനിൽ ഇപ്പോഴും പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ ടെറാനോയെ നിസാൻ 2020 പിൻവലിച്ചു. BS6 നോർമിലേക്ക് ചേഞ്ച് ചെയ്ത് ഇവ പുറത്തിറക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു സെയിൽസ് ഫിഗർ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കൂടിയാണ് ഇവയെ പിൻവലിച്ചതെന്ന് വ്യക്തമാണ്. നിസാൻ, റെനോ എന്നിവരെ പറ്റി പറയുമ്പോൾ തീർച്ചയായും എടുത്തു പറയേണ്ട പേരാണ് ഡാറ്റ്സൺ. ഇവരുടെ കൂടെ തന്നെയാണ് ഡാറ്റ്സന്റെ വാഹനങ്ങളും പുറത്തിറങ്ങിയിരുന്നത്. നിസാന്റെ തന്നെ ചെറു കാർ നിർമ്മാതാക്കളായ ഡാറ്റ്സന്റെ എല്ലാ കാറുകളും വളരെ മോശം അവസ്ഥ മൂലം ഇന്ത്യയിൽ ഇവരുടെ പ്രവർത്തനം ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയാണ് ഉള്ളത്. ഹാഷ് ബാക്ക് മോഡൽ ഡാറ്റ്സൺ ഗോ, റെഡി ഗോ, MUV സെഗ്മെന്റിൽപ്പെട്ട ഗോ പ്ലസ് തുടങ്ങിയവയായിരുന്നു ഇവരുടെ പ്രധാന മോഡലുകൾ. ഹാഷ് ബാക്ക് മോഡലുകളുടെ സ്പേസ് കുറവും മൊത്തം വാഹനം പരിഗണിക്കുമ്പോൾ ചീപ്പ് ബോഡി ക്വാളിറ്റിയും സേഫ്റ്റിയും ലെസ് ഫീച്ചറുകളും ഒക്കെ തന്നെയാണ് ഈ വാഹനങ്ങൾക്ക് സംഭവിച്ചത്. നമ്മൾ മുന്നേ പറഞ്ഞ റെനോ ബ്രാൻഡിന്റെ മറ്റു ചില വാഹനങ്ങൾക്ക് വിനയായത് അവർ തന്നെ ഇവിടെ കൊണ്ടുവന്ന SUV വിപ്ലവമാണെന്ന് പറയാൻ പറ്റും. ഈ വിപ്ലവത്തിൽപ്പെട്ട ഈ മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ മോഡലുകളാണ് റെനോയുടെ സ്കേല. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും സെഡാൻ മോഡലുകളോട് ഇവിടുത്തെ കസ്റ്റമേഴ്സിന് വന്ന താല്പര്യക്കുറവും അതോടൊപ്പം സെയിം സെഗ്മെന്റിൽ തന്നെ മറ്റു മോഡലുകളുമായിട്ട് ഡിസൈൻ, വില, ഫീച്ചർ എല്ലാത്തിനും തന്നെ ഒരു ഓപ്ഷനായി പരിഗണിക്കാൻ കഴിയാതെ പോയതും വിനയായി. അപ്പോൾ മറ്റൊരു മോഡലാണ് റെനോയുടെ തന്നെ ഫ്ലുവൻസ്. ലക്ഷറി സ്പോർട്സ് കോമ്പാക്ട് സെഡാൻ മോഡലായാണ് ഈ വാഹനത്തെ പുറത്തിറക്കിയത്. ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് നമുക്ക് ഈ വാഹനത്തെ ഉൾപ്പെടുത്താനാവും. ലോ ബിൽഡ് ക്വാളിറ്റി, ലെസ് ഗ്രൗണ്ട് ക്ലിയറൻസ്, ലേസി ഡിസൈൻ തുടങ്ങിയവയ്ക്ക് ഈ വാഹനം തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും ഇവിടുത്തെ ആളുകളെ വിലക്കി. 2011 ലോഞ്ച് ചെയ്ത ഈ വാഹനം 2016 പ്രൊഡക്ഷൻ നിർത്തി. മുകളിൽ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ വിദേശ വാഹന നിർമ്മാണ കമ്പനികളുടെ കാര്യമാണ്. നമ്മുടെ സ്വദേശി കമ്പനികളായിട്ടുള്ള മഹീന്ദ്രയുടെ ചില വാഹനങ്ങളും ഇന്ത്യയിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് മഹീന്ദ്രയുടെ കോൺട്രോ. എക്സൈലിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ഈ ക്രോസ് ഓവറിന് സംഭവിച്ചത് അവയുടെ ലുക്കിനെ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയാത്തതാണ്. അതും റിയർ സൈഡൊക്കെ വളരെ മോശമെന്ന് ജനം എഴുതിയ അവസ്ഥയിലായി കാര്യങ്ങൾ. ഈ ഒരു കാറ് വന്നത് എക്സൈലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഈ എക്സൈലുകളും മഹീന്ദ്രയ്ക്ക് പിൻവലിക്കേണ്ടി വന്നു. വളരെ മോശം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുള്ള വാഹനം എന്നതായിരുന്നു അവയ്ക്ക് വന്ന പോരായ്മ. 100 കിലോമീറ്റർ മുകളിൽ സഞ്ചരിക്കുമ്പോൾ വളരെ മോശം ബാലൻസിംഗ് റിപ്പോർട്ട് ചെയ്തതും ഈ വാഹനത്തിന് തിരിച്ചടിയായി. മറ്റൊരു മഹീന്ദ്ര മോഡലായിട്ടുള്ള ന്യൂവോ സ്പോർട്ടും മഹീന്ദ്രയ്ക്ക് പിൻവലിക്കേണ്ടി വന്നു. അവയെ 2018 മഹീന്ദ്ര ഡിസ്കണ്ടിന്യൂ ചെയ്തത്. പിൻവലിക്കുന്നതിന് മുന്നേയുള്ള അവസാന മാസം ഒരൊറ്റ യൂണിറ്റ് പോലും ആ വാഹനം വിറ്റുപോയില്ല. അപ്പോൾ ഇനിയും ഈ ലിസ്റ്റിൽ നിരവധി വാഹനങ്ങളുണ്ട്. അവയെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇതിൽ പല മോഡലുകളും പലർക്കും പരിചിതമില്ലാത്തതാവും. കാരണം കേൾക്കാനുള്ള സാവകാശം പോലും ലഭിക്കാത്ത മോഡലുകളും ഇവയിലുണ്ട്. എന്തായാലും ഈ വാഹനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ടോപ്പ് സ്പീഡ് തീർച്ചയായിട്ടും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.